ഇനി നമ്മൾ പഠിക്കാൻ പോണത് എഫ് സി പിയിലെ സൂം എന്ന ഫംഗ്ഷനും സ്നാപ്പിംഗ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനുമാണ്. അപ്പോൾ സൂമിലേക്ക് ആദ്യം പോകാം. സൂം നമുക്കറിയാം, നമ്മളുടെ ട്രാക്ക് പാഡിൽ നിങ്ങൾ പിഞ്ച് ഇൻ ചെയ്യുമ്പോഴും പിഞ്ച് ഔട്ട് ചെയ്യുമ്പോഴും സൂം ഇന്നും സൂം ഔട്ടുമാണ് നടക്കുന്നത്. ഇതാണ് ഒരു മെത്തേഡ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഇനി നമ്മൾ കീബോർഡ് ഷോർട്ട് കട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷനുണ്ട്. നിങ്ങൾ കീബോർഡിൽ കമാൻഡ് മൈനസ് പ്രസ് ചെയ്യുവാണെങ്കിൽ സൂം ഔട്ടും കമാൻഡ് പ്ലസ് ചെയ്യുവാണെങ്കിൽ സൂം ഇന്നും ആകും. ഇതാണ് കീബോർഡ് ഷോർട്ട് കട്ട്. ഇനി ഇവിടെ സൂം എന്ന് പറയുന്നൊരു ടൂൾസ് തന്നെ ടൂൾസ് മെനുവിലുണ്ട്. നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൂം എന്ന് പറയുന്ന ഫംഗ്ഷനുണ്ട്. അതിൻ്റെ ഷോർട്ട് കട്ട് കീ ഇസഡ് ആണ്. ഇസഡ് സൂം അല്ലെങ്കിൽ നേരെ ടൂൾസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് നിങ്ങളുടെ ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. എന്ത് സംഭവിക്കും? സൂം ആവും. കണ്ടോ? ഇതിങ്ങനെ ഓരോ ക്ലിക്ക് ചെയ്യും തോറും സൂം എക്സ്റ്റെൻഡായി പോവും. അങ്ങനെ ഒരു ലിമിറ്റിലെത്തും. ഇങ്ങനെയാണ് നമുക്ക് സൂം ചെയ്യാൻ പറ്റുന്ന ഒരു വിധം. എന്നാൽ തിരിച്ച് ഇനി സൂം ഔട്ട് ചെയ്യണമെങ്കിൽ ഓപ്ഷൻ കീ നിങ്ങൾ ഹോൾഡ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൂം ഔട്ട് ആവുന്നത് കണ്ടോ? അപ്പോൾ ഓപ്ഷൻ കീ ഹോൾഡ് ചെയ്താൽ മാത്രം മതി, എന്നിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. ഇതാണ് ടൂൾസ് മെനുവിലെ സൂം എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇനി ഒരു ആവശ്യം വരുന്നത്, നിങ്ങൾ മാക്സിമം സൂം ഇൻ ചെയ്ത് വെച്ചേക്കാമെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ച് സ്ക്രീനിലേക്ക് മൊത്തത്തിൽ നിങ്ങളുടെ ക്ലിപ്പ് കാണേണ്ട ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഓപ്ഷൻ പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് വരാം. പക്ഷേ അത് നിങ്ങൾക്ക് ടൈം എടുക്കും. പക്ഷേ അതിനേക്കാളും ഈസി ആയിട്ട് കംപ്ലീറ്റ് സൂമിനായിട്ട് നിൽക്കുന്ന ഒരു അവസരത്തിൽ നിങ്ങളുടെ ഒറ്റ സ്ക്രീനിൽ എല്ലാ ക്ലിപ്പുകളും പെട്ടെന്ന് വിസിബിൾ ആകണം എന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ഇസഡ് എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂം ടു ഫിറ്റ് ആണത്. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് സൂമിൻ്റെ തന്നെ ഒരു സെറ്റിംഗ് ബട്ടൺ ഇവിടെയുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതായത് ഈ ബട്ടൺ സൂമിൻ്റെ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് നടത്താൻ പറ്റുന്ന കുറേ സെറ്റിങ്ങുകൾ അവിടെയുണ്ട്. ഇതിൻ്റെ ആദ്യം കാണുന്നത് നമ്മൾ സൂമിനും സൂം ഔട്ടും ചെയ്തില്ലേ, അതേ ഫംഗ്ഷൻ സ്ലൈഡർ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ടൈം ലൈൻ സൂം ഇൻ സൂം ഔട്ട് ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ താഴെ കുറേ ലൈനുകളിലായി കാണുന്നത് നമ്മുടെ ടൈം ലൈനിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സെറ്റിങ്ങുകളാണ്. അതായത് അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ടൈം ലൈനിൽ ഇപ്പോൾ ആദ്യത്തെ നമ്മൾ ബട്ടൺ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈം ലൈനിലെ ഓഡിയോ ഫോം, നമ്മുടെ വേവ് ഫോമിൻ്റെ ഓഡിയോ ഫോം ബിഗറായിട്ട് കാണിക്കും. അങ്ങനെ അവിടെ നിന്ന് നിങ്ങൾ വലത്തേക്ക് പോകും തോറും ആ ഓഡിയോ ഫോമിൻ്റെ വലിപ്പം കുറഞ്ഞു വരും. നമ്മൾ ഓരോന്ന് ചെയ്യും. ഇപ്പോൾ രണ്ടാമത്തേന് ഞെക്കി നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഫിലിം സ്ട്രിപ്പും കാണിക്കുന്നുണ്ട്, ഓഡിയോ വേവ് ഫോമും കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിനുശേഷം മൂന്നാമത്തെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയോ ഫോം വീണ്ടും കുറഞ്ഞു, ഫിലിം സ്ട്രിപ്പ് വലുതായി. ഇനി അതിനുശേഷം നാലാമത്തെ ഞെക്കിയാൽ എന്ത് സംഭവിക്കും? ഇതുപോലെ ഓഡിയോ ഫോം വീണ്ടും കുറയും. അതുകൊണ്ടോ ഇപ്പോൾ പൂർണ്ണമായി ഇപ്പം നമ്മൾ കാണുന്നത് എന്താ? ഇപ്പം നമ്മുടെ ഫിലിം സ്ട്രിപ്പാണ് കൂടുതൽ സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നത്. അടുത്തത് ഞെക്കിക്കഴിഞ്ഞപ്പോൾ ഫിലിം സ്ട്രിപ്പ് മാത്രമേ ഉള്ളൂ. ഇനി ലാസ്റ്റ് പോർഷൻ ഞെക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ലാസ്റ്റ് ബട്ടണിൽ നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നമ്മളുടെ നെയിം മാത്രം വിസിബിൾ ആവും. അതായത് ഓരോ ഫയലിനെയും ആ ഫയൽ നെയിം നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് ഫയൽ നെയിം അറിയണമെങ്കിൽ ഇവിടെ വന്നുകൊണ്ട് നിങ്ങൾക്കത് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഫിലിം സ്ട്രിപ്പും കട്ടാവും, ഓഡിയോ സ്ട്രിപ്പും കട്ടാവും. അങ്ങനെ ജസ്റ്റ് നെയിം മാത്രം വരും. സാധാരണ ഞാനിത് ഈ നടുക്ക് കാണുന്ന ഈ സെറ്റിങ്ങിലാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് ഫിലിം സ്ട്രിപ്പും ഓഡിയോ വേവ് ഫോമും കാണാം. ഇനി ഈ കാണുന്ന സ്ലൈഡർ നമുക്കിതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇനി അടുത്തത് നമ്മൾ സ്നാപ്പിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് പോവുക. സൂമിൻ്റെ ഈ സെറ്റിംഗ് കാണിച്ച ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബട്ടണുണ്ട്. അതാണ് സ്നാപ്പിങ്ങിൻ്റെ ബട്ടൺ. ഇതാ ഈ കാണുന്നതാണ് സ്നാപ്പിംഗ്. അപ്പോൾ സ്നാപ്പിംഗ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വേവ് ഫോംസോ നിങ്ങളുടെ ക്ലിപ്സോ മൂവ് ചെയ്യുമ്പം പ്രിസൈസ്ലി നിങ്ങൾക്ക് ലൊക്കേഷനുകളിലേക്ക് മൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് സ്നാപ്പിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. നമുക്കിവിടെ ബട്ടണിൽ പ്രസ് ചെയ്ത് സ്നാപ്പിംഗ് എനേബിളും ചെയ്യാം, ഡിസേബിൾ ചെയ്യാനും പറ്റും. ഇപ്പോൾ സ്നാപ്പിംഗ് ഓഫാണ്. ഓഫായിട്ട് എന്താണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു കണക്റ്റഡ് ക്ലിപ്പുണ്ട്. ഈ കണക്റ്റഡ് ക്ലിപ്പിനെ ഞാൻ മൂവ് ചെയ്യാൻ പോവാണ്. മൂവ് ചെയ്ത് എങ്ങോട്ട് കൊണ്ടുപോവുക? ഇത് താഴെ കാണുന്ന ബ്ലാങ്ക് ക്ലിപ്പിൻ്റെ സ്റ്റാർട്ട് പോയിന്റിലേക്ക് എനിക്ക് മൂവ് ചെയ്യണം. അപ്പം ഞാൻ ജസ്റ്റ് ഇപ്പോൾ മൂവ് ചെയ്യുവാണ്. മൂവ് ചെയ്ത് ഞാനിപ്പോൾ സ്റ്റാർട്ട് പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാൻ പോവാം. അപ്പോൾ പ്രിസൈസ്ലി എനിക്ക് മൂവ് ചെയ്യണം. ഞാൻ ജസ്റ്റ് മൂവ് ചെയ്യുന്നു. മൂവ് ചെയ്ത് ഞാൻ എൻ്റെ വിസിബിലിറ്റി വെച്ചിട്ട് ഞാൻ നോക്കിയിട്ട് പറയുകയാണ്, ഓക്കെ ഇപ്പോൾ ഏതാണ്ട് അവിടെ എത്തിയെന്ന് പറയുന്നു. പക്ഷെ ഞാൻ സൂം ചെയ്ത് നോക്കി കഴിയുമ്പോഴാണ് എനിക്ക് പ്രശ്നം മനസ്സിലാകുന്നത്. ഇല്ല, പ്രിസൈസ് മൂവ്മെൻ്റ് അല്ല, കുറേ ഗ്യാപ്പ് ബാക്കി കിടക്കുക. അപ്പോൾ ദാറ്റ് വാസ് നോട്ട് എ പ്രിസൈസ് മൂവ്മെൻറ്റ്. പക്ഷേ നമ്മൾ സ്നാപ്പിംഗ് ഓൺ ആക്കുമായിരുന്നെങ്കിൽ നമുക്ക് പ്രിസൈസായിട്ട് മൂവ് ചെയ്യാം. ഞാനിപ്പോൾ സ്നാപ്പിംഗ് ഓൺ ആക്കി.
ഇനി ഞാൻ ക്ലിപ്പ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ചില പോയിന്റിലെത്തുമ്പോൾ ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ തന്നെ ക്ലിപ്പുകൾക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്കിപ്പോൾ പഴയ പോലെ ഒന്ന് മൂവ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ ക്ലിപ്പ് മൂവ് ചെയ്തപ്പോൾ ഇതുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഒരു അട്രാക്ഷൻ ഒരു പോയിന്റിലേക്ക് വരുന്നുണ്ട്. അതെന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ പ്ലേ ഹെഡ് പൊസിഷനിലേക്ക് പ്രിസൈസ്ലി പോയി അത് ചാടി അറ്റാച്ച് ചെയ്യാൻ നോക്കുവാണ്. പ്ലേ ഹെഡ് അവിടെ കിടക്കുന്നുണ്ടാണ്. പക്ഷേ നമുക്ക് പ്ലേ ഹെഡിലേക്കല്ല പോകേണ്ടത്, മറ്റേ ക്ലിപ്പിൻ്റെ താഴത്തെ ബ്ലാങ്ക് ക്ലിപ്പിൻ്റെ സ്റ്റാർട്ട് പോയിന്റിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ഫർദർ മൂവ് ചെയ്യണം. നമുക്ക് ഫർദർ മൂവ് ചെയ്ത് നോക്കാം. ഫർദർ മൂവ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഉണ്ടാവും ഒരു യെല്ലോ ലൈൻ വന്നു. ആ യെല്ലോ ലൈൻ പ്രിസൈസ്ലി നമ്മുടെ ബ്ലാങ്ക് ക്ലിപ്പിൻ്റെ സ്റ്റാർട്ട് പോയിൻ്റ് ആയിരിക്കും. അപ്പം നമുക്ക് സേർട്ടൺ ആയിട്ടുള്ള ചില പോയിൻ്ററുകളിലേക്ക് നമ്മുടെ ക്ലിപ്പിനെ സ്നാപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഈസി ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ എളുപ്പമാണ് സ്നാപ്പിംഗ് എനേബിൾ ചെയ്താൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സ്നാപ്പിംഗ് വർക്ക് ചെയ്യുന്ന ചില പോയിൻ്ററുകൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒരു സംഗതി നമ്മളിപ്പോൾ കണ്ടതുപോലെ ഏത് ക്ലിപ്പിൻ്റെയും ബൗണ്ടറീസിലേക്ക് സ്നാപ്പിംഗ് ഓട്ടോമാറ്റിക്കലി പോയി അറ്റാച്ച് ആവും. സ്നാപ്പിംഗ് വർക്ക് ചെയ്യുന്ന രണ്ടാമത്തെ സംഗതി നമ്മൾ കണ്ടതുപോലെ പ്ലേ ഹെഡ് എവിടെയാണോ ആ പ്ലേ ഹെഡിലേക്കും ഓട്ടോമാറ്റിക്കലി ക്ലിപ്പുകൾ പോയി സ്നാപ്പ് ആകും. പിന്നെ അടുത്തൊരു പോയിൻ്ററാണ് മാർക്കേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ മാർക്കർ ഇതുവരെ കണ്ടിട്ടില്ല, നമ്മൾ പഠിക്കാൻ പോണേ ഉള്ളൂ. അപ്പോൾ മാർക്കർ പോയിൻ്റ് നിങ്ങൾ ക്ലിപ്പിൽ എവിടെയുണ്ടോ അല്ലെങ്കിൽ ടൈം ലൈനിൽ എവിടെയുണ്ടോ അവിടെ പോയി സ്നാപ്പിംഗ് വർക്ക് ചെയ്യും. പിന്നെ മറ്റൊരു പോയിൻ്ററാണ് കീ ഫ്രെയിംസും പറയും. കീ ഫ്രെയിംസും നമ്മൾ പഠിച്ചിട്ടില്ല, പഠിക്കാൻ പോണതേ ഉള്ളൂ. പിന്നെ സ്നാപ്പിംഗ് നമ്മൾ വർക്ക് ചെയ്യുന്ന മറ്റൊരു ടൂളാണ് റേഞ്ച് സെലക്ഷൻ ടൂളിലും സ്നാപ്പിംഗ് വർക്ക് ചെയ്യും. ഞാനിപ്പോൾ റേഞ്ച് സെലക്ഷൻ ടൂള് നമ്മളുടെ ഈ ടൂൾസ് മെനുവിൽ നിന്ന് എടുക്കുന്നു. എന്നിട്ട് റേഞ്ച് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, സ്നാപ്പ് വർക്ക് ചെയ്യുന്ന ഈസി ആയിട്ട് വർക്ക് ചെയ്യും. ഒരു റേഞ്ച് ഇപ്പോൾ സെലക്ട് ചെയ്യുവാണ്. ഇപ്പോൾ ആ ക്ലിപ്പ് ബൗണ്ടറിയിലോട്ട് തന്നെ പോയി ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ വരികയും ആ ക്ലിപ്പിൻ്റെ എൻഡിൽ പോയി നിൽക്കുകയും ചെയ്യും. ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക്. അങ്ങനെ പ്രിസൈസ്ലി നമുക്ക് റേഞ്ചൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും സ്നാപ്പിംഗ് ഓൺ ആണെങ്കിൽ.